ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്ന ലെയർ എന്താണെന്നും അതിൻ്റെ ഉപയോഗം എന്താണെന്നും അതെങ്ങനെ ഉപയോഗിക്കാമെന്നുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ഓക്കെ, നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ ഇതിൽ ഞാനൊരു പിക്ചർ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു കാർ ഒരു ഗ്രൗണ്ടിൽ കിടക്കുന്നൊരു പിക്ചറാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ലെയർ എന്താണെന്ന് കാണിക്കാനായിട്ട് ലെയേഴ്സിനകത്ത് തന്നെ ഇവിടെ ഒരു പ്ലസ് ഐക്കണുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാകും. അല്ലെങ്കിൽ ഇവിടെ ലെയറിനകത്ത് പോയിട്ട് ന്യൂ പോയിട്ട് ലെയറെ ക്ലിക്ക് ചെയ്താലും മതിയാകും. അതിൻ്റെ ഷോർട്ട് കട്ട് Ctrl+Shift+N ആണ്. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ പേര് വേണമെങ്കിൽ കൊടുത്ത ശേഷം ഓക്കെ കൊടുക്കാം. പേര് വേണ്ടി റീഎഡിറ്റ് ചെയ്യണമെങ്കിൽ ലെയർ 1ൻ്റെ അവിടെ പോയിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ലെയർ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, അതിനകത്ത് നമുക്ക് ഇമേജുകൾ വെക്കാം, അതുപോലെ തന്നെ ഷേപ്പുകൾ വെക്കാം, അതുപോലെ തന്നെ ഗ്രാഫിക്സ് വെക്കാം. ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐക്കണുകൾ അല്ലെങ്കിൽ എന്ത് വേണം, എല്ലാത്തിനെയും ഗ്രാഫിക്സ് എന്ന് വേണേൽ പറയാം. അതുപോലെ തന്നെ ടെസ്റ്റുകൾ വെക്കാം. ഇങ്ങനെ വെക്കുന്ന ആ ഒരു കൂട്ടത്തിനെയാണ് ലെയർ എന്ന് പറയുന്നത്. എന്തിനാണ് ലെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ സെപ്പറേറ്റായിട്ട് എഡിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ സെപ്പറേറ്റായിട്ട് മാറ്റാൻ, അല്ലെങ്കിൽ സെപ്പറേറ്റായിട്ട് എഫക്റ്റുകൾ കൊടുക്കാൻ, ഇതിനു വേണ്ടിയൊക്കെയാണ് നമ്മൾ ആ ലെയർ നമ്മൾ ഇടുന്നത്, ലെയറിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ എടുക്കുന്നു, ചുമ്മാ ഇങ്ങനെ വരയ്ക്കുകയാണ്. വരച്ച ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, കളർ കൊടുക്കാൻ, ഇപ്പോൾ ലെയർ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കളർ കൊടുത്താൽ മാത്രം മതിയാകും. ഓൾട്ട് ബാക്ക് സ്പേസ് കൊടുത്തു, സെലക്ട് ഡീസെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, മോഡുകൾ എടുത്ത് എനിക്ക് മാറ്റണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാറ്റാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ ഈ സൈഡിലാണ് എനിക്ക് എന്തെങ്കിലും എക്സ്ട്രാ എഡിറ്റ് ചെയ്യേണ്ടി വന്നത്, ചുമ്മാ എന്തെങ്കിലും പേര് കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊരു രീതി, എനിക്ക് ഇമേജുകളൊക്കെ ആണെങ്കിൽ ഞാൻ കൊണ്ടുവെക്കാൻ നേരം ഫയൽ പ്ലേസ് ചെയ്താൽ മതിയാകും. ഫയൽ പ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ ഞാൻ ഈ സ്റ്റോണാണ് കൊണ്ടുവെക്കുന്നത്, ഈ സ്റ്റോൺ ഇവിടെ വെക്കാം. ഈ കോർണറിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വലിപ്പം കൂടുന്നതും കുറയുന്നതുമായിരിക്കും. എവിടെ പിടിച്ച് വലിച്ചാലും മതിയാകും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ടിക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് ഈ സ്റ്റോൺ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിന് ഞാൻ ലെയർ കൊടുക്കേണ്ടി വന്നിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കലി ലെയർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ പ്ലേസ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും, അതായത് നമുക്ക് കൊണ്ടുവെക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ലെയറുകൾ വരും. നമ്മൾ ലെയർ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ടെസ്റ്റ് ടൈപ്പ് ചെയ്യണമെങ്കിലും എന്ത് ചെയ്യും, ലെയറുകൾ തന്നെ വന്നോളും. നമ്മൾ ടി എടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിക്കാം. ടി എടുത്ത് ക്ലിക്ക് ചെയ്യുന്നു, ഞാൻ ടൈപ്പ് ചെയ്യുന്നു, ടൈപ്പ് ചെയ്തിട്ട് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലെയറുകൾ എന്ത് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ അതിനും ലെയർ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി വന്നോളും. അപ്പോൾ ഞങ്ങൾ ഡിലീറ്റ് ചെയ്യുവാണ്. ഓക്കെ, അതേപോലെ തന്നെ ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് ഇപ്പോൾ ഈ ടയറിന് വേണേൽ സെപ്പറേറ്റായിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ സെലക്ഷൻ ചെയ്യുവാണ്. ഇത് സെലക്ഷൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കുറേ കാര്യങ്ങൾ, കുറേ ടൂളുകൾ ഞാൻ സെലക്ഷൻ ടൂളുകൾ പഠിപ്പിച്ചതാണ്. നിങ്ങൾക്ക് വേറെ ടൂളുകളൊക്കെ ഉപയോഗിക്കാം, ഒബ്ജക്റ്റ് സെലക്ഷൻ, ക്വിക്ക് സെലക്ഷനൊക്കെ ഉപയോഗിക്കാം. ഞാൻ ചുമ്മാ റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ഞാൻ ഏത് ലെയറാണ്, എനിക്ക് ടയറാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കിടക്കുന്ന ലെയർ ഏതാണ്, സെലക്ട് ആയി കിടക്കുന്നത് ഈ സ്റ്റോണിൻ്റെ ലെയറാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ബാക്ക്ഗ്രൗണ്ടിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ലെയർ സെലക്ട് ചെയ്ത ശേഷം Ctrl+C കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു ഭാഗം മാത്രമായിട്ട് ലെയർ വന്നിട്ടുണ്ട്. അതെങ്ങനെ എനിക്ക് മനസ്സിലാവുമെന്ന് വെച്ചാൽ മൂഡുകൾ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ മാറ്റി നോക്കാം, കണ്ടോ. അപ്പോൾ അത് കോപ്പി ആയതുകൊണ്ട് എന്ത് ചെയ്തു, മറ്റൊരു ലെയർ കിടക്കുന്നു. ഇതുപോലെ ആളുകളെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഇപ്പോൾ ഒരാൾ ബാക്കിലായിട്ട് അതേ ആൾ തന്നെ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, അയാളെ കട്ട് ചെയ്തതിന് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാൽ പോരെ. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പക്ഷേ ഇത് വൃത്തിയായിട്ടല്ല കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലെയറുകൾ. ഇതെന്തിനാണ് ഇവിടെ നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു, ഞാനിപ്പോൾ ഈ ലെയർ ഇതിവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ നോർമൽ എഴുതിയേക്കുന്ന ഭാഗമുണ്ട്, ഈ ഭാഗത്തിനാണ് ബ്ലെൻഡ് മോഡ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ബ്ലെൻഡ് മോഡുകൾ കാണാം നമുക്ക്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലെൻഡ് മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറുകൾ അല്ലെങ്കിൽ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ കളറുകൾ കാണും. ഇതിൻ്റെ ബ്രൈറ്റ്നസ് ചിലപ്പോൾ 30, ഇപ്പം ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഡിസോൾവ് ഇടുകയെന്ന് വിചാരിക്കും. അതിനകത്ത് ഇപ്പം ബ്രൈറ്റ്നസ് 40 ആയിരിക്കാം, കോൺട്രാസ്റ്റ് ഇന്നതായിരിക്കാം, അല്ലെങ്കിൽ അതേപോലെ തന്നെ കളർ ഇന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ രീതി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ബ്ലെൻഡ് മോഡുകളാണ്, മിക്സ് ഓഫ് ബ്ലെൻഡ് മോഡുകൾ. അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് അതിനകത്തൂടെ തന്നെ അതിനകത്തൂടെ തന്നെ മറ്റേത് കാണാൻ പറ്റും. അങ്ങനെയാണ്, ഇതാണ് ബ്ലെൻഡ് മോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഒപ്പാസിറ്റി, തെളിച്ചമെന്ന് വേണേൽ പറയാം. തെളിച്ചം കുറയുന്നതനുസരിച്ച് അവിടെ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള, ഇതൊക്കെ ഞാൻ ചെറിയ എഫക്റ്റുകളാണ് വെച്ച്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇതാണ് ലെയറിൻ്റെ ഉപയോഗം. ഓക്കെ അല്ലേ.